എന്തിനാ ഏട്ടത്തി എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത്? ഒന്നുമല്ലേലും കുറേ നാൾ പ്രേമിച്ച് നടന്നവരല്ലേ നമ്മൾ. ഏട്ടൻ്റെ ഭാര്യയെ ഭാമയെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ അവൾക്ക് അടുത്തേക്ക് വന്ന് വിനു പറഞ്ഞു, വിനു, ഞാനിപ്പോൾ നിൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് എന്നെ നീ മറ്റൊരു കണ്ണിലൂടെ കാണരുത്. അത് മഹാപാപമാണ്. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് ഭാമ പറഞ്ഞു, എൻ്റെ ഏട്ടൻ നിനക്ക് തരാത്ത സുഖം ഞാൻ തരാം ഭാമേ. ഇപ്പോഴും എനിക്ക് നിന്നെ ഇഷ്ടം. ഇഷ്ടമെന്ന് വെച്ചാൽ നീ ഒന്ന് മനസ്സ് വെച്ചാൽ ആരും അറിയാതെ നമുക്ക് ഈ ബന്ധം മുൻപോട്ട് കൊണ്ടുപോകാം. മീശത്തുമ്പൊന്ന് പിരിച്ചുകൊണ്ട് അവൻ അവളുടെ കണ്ണുകൾ കൊണ്ട് അടിമുടി ഒഴിഞ്ഞു. വിനു ഇപ്പോൾ പുറത്തു പോ, എനിക്ക് ഡ്രസ്സ് മാറണം. കുളിച്ചീറനോടെ കച്ചകെട്ടി നിൽക്കുകയാണ് അവൾ. ആ സമയത്താണ് അപ്രതീക്ഷിതമായി വിനു വാതിൽ തുറന്ന് മുറിയിലേക്ക് ഇടിച്ചു കയറി വന്നത്. മാറിയിടാനുള്ള ഡ്രസ്സ് ഹാങ്കറിൽ നിന്നും വെള്ളത്തിൽ വീണ് പോയതുകൊണ്ടാണ് ഭാമയ്ക്ക് ഈ വേഷത്തിൽ മുറിയിലേക്ക് വരേണ്ടി വന്നത്. വാതിൽ ചേർത്തടച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവളത് ബോൾട്ട് ഇടാൻ പോകുമ്പോഴാണ് വിനു വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത്. എൻ്റെ മുന്നിൽ നിന്ന് ഡ്രസ്സ് മാറിക്കോ, ഞാൻ നിന്നെ നന്നായി ഒന്ന് കാണട്ടെ. അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞു. എന്നോട് ഇങ്ങനെയൊന്നും പറയരുത് വിനു. ഭാമയ്ക്ക് പേടിയായി തുടങ്ങി. എൻ്റെ ഏട്ടൻ നിന്നെ ഒന്ന് തൊട്ടുപോലും നോക്കിയിട്ടില്ലെന്ന് എനിക്കറിയാം. നിനക്കും ഉണ്ടാവില്ലേ പല ആഗ്രഹങ്ങളും? അതൊക്കെ ഞാൻ സാധിപ്പിച്ചു തരാം. നീ ഒന്ന് മൂളുക മാത്രം ചെയ്താൽ മതി. വിനു ഭാമയുടെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു. അത് കണ്ട് പിന്നോട്ട് നടന്നവൾ ചുമരിൽ തട്ടി നിന്നു. വിനു, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയ്ക്കോ, അല്ലെങ്കിൽ ഞാൻ അമ്മയെ വിളിക്കും. അതിന് അമ്മ ഇവിടെ ഇല്ലല്ലോ. അമ്മ കുടുംബശ്രീക്ക് പോയതുകൊണ്ടല്ലേ ഞാൻ നിൻ്റെ റൂമിലേക്ക് വന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു മണിക്കൂർ സമയമുണ്ട്. ഇവിടെ നമ്മൾ എന്ത് കാണിച്ചാലും ആരും അറിയാൻ പോകുന്നില്ല. ഭാമയുടെ നഗ്നമായ ചുമലുകളിൽ കൈവച്ചുകൊണ്ടൊരു പ്രത്യേക ഭാവത്തിൽ അവളെ നോക്കി. വിനു കൈയെടുക്ക്. ഭാമ ദേഷ്യത്തോടെ അവൻ്റെ കൈ വിടുവിക്കാൻ നോക്കി. പക്ഷെ അതോടെ വിനുവിൻ്റെ കൈകളുടെ മുറുക്കം കൂടി. ഇന്ന് നിന്നെ അനുഭവിച്ചിട്ടേ ഞാൻ ഈ മുറിയിൽ നിന്ന് പുറത്തു പോകും. നിന്നെ എങ്ങനെ എൻ്റെ വരുതിക്ക് കൊണ്ടുവരണമെന്ന് എനിക്കറിയാം. അവൻ കുനിഞ്ഞ് അവളെ ചുംബിക്കാൻ ശ്രമിച്ചു. ഭാമ സർവ്വശക്തിയും സംഭരിച്ച് വിനുവിനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഭാമയുടെ ചുണ്ടുകളെ വിനുവിൻ്റെ ചുണ്ടുകൾ സ്പർശിക്കാൻ തുടങ്ങുമ്പോഴാണ് അമ്മയുടെ ഉറക്കെയുള്ള ശബ്ദം അവരിരുവരും കേട്ടത്. ഒരു നിമിഷം ഞെട്ടിപ്പിടഞ്ഞ വിനു അവളെ വിട്ട് തിരിഞ്ഞു നോക്കി. അവിടെ വാതിൽക്കൽ അമ്മയെ കാണാതിരുന്നപ്പോഴാണ് അവന് സമാധാനമായത്. ഭാമയ്ക്ക് ശ്വാസം അപ്പോഴാണ് നേരെ വീണത്. അപ്പോൾ തന്നെ താഴെ നിന്ന് വീണ്ടും അടുത്ത വിളി വന്നു. അടുത്തൊരു വിളിക്ക് അവസരം കൊടുക്കും മുന്നേ അവളെ കണ്ണുകൾ കൊണ്ടൊന്ന് ഒഴിഞ്ഞിട്ട് നിരാശയോടെ അവൻ മുറിക്ക് പുറത്തേക്ക് പോയി. കുടുംബശ്രീയുടെ എന്തോ രജിസ്റ്റർ എടുക്കാൻ മറന്നിട്ട് തിരിച്ചു വന്നതാണ് ഭാമയുടെ അമ്മായിയമ്മ സരസ്വതി. ആ അലമാരയുടെ മുകളിൽ നിന്നൊന്ന് എടുത്തു കൊടുക്കാനാണ് അവർ വിനുവിനെ വിളിച്ചത്. മാനം തിരിച്ചു കിട്ടിയ സമാധാനത്തിൽ ഭാമ ഓടിച്ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു. കുറച്ചേറെ സമയം വാതിൽ ചാരി നിന്ന് അവൾ തൻ്റെ വിധിയോർത്ത് പൊട്ടിക്കരഞ്ഞു. വെണ്ണക്കൽ ശില്പം പോലെ സുന്ദരിയാണ് ഭാമ. ഒരിക്കൽ ക്ഷേത്രത്തിൽ വെച്ച് അവളെ കണ്ട് ഇഷ്ടപ്പെട്ട സരസ്വതി തൻ്റെ മൂത്ത മകൻ മനുശങ്കറിന് വേണ്ടി അവളെ പെണ്ണ് ചോദിച്ച് വീട്ടിൽ ചെന്നു. രണ്ടാനമ്മയുടെ കാരുണ്യത്തിലാണ് ഭാമ സ്വന്തം വീട്ടിൽ ജീവിച്ചിരുന്നത്. സ്ത്രീധനമൊന്നും വേണ്ടെന്ന് പറഞ്ഞൊരാലോചന അവർക്ക് വന്നപ്പോൾ രണ്ടാനമ്മ കല്യാണം നടത്താൻ ഭാമയുടെ അച്ഛനെ നിർബന്ധിച്ചു. അങ്ങനെ നടന്നതാണ് മനുവിൻ്റെയും ഭാമയുടെയും വിവാഹം. താൻ കോളേജിൽ പഠിക്കുമ്പോൾ സ്നേഹിച്ചിരുന്ന വിനുവിൻ്റെ ചേട്ടനാണ് മനുവെന്നറിഞ്ഞ ഭാമ അവളാൽ കഴിയുന്ന വിധം വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ആരും അവളെ വാക്ക് കിട്ടില്ല. സ്നേഹിക്കുന്ന സമയത്ത് വിനു അവളോട് ശാരീരികമായി അടുത്തിടപഴകാനും മറ്റു പലതിനും നിർബന്ധിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് അവൾ അവനെ ഒഴിവാക്കിയത്. താൻ ആത്മാർത്ഥമായി സ്നേഹിച്ചത് ഒരു വഷളനെയായി പോയല്ലോ എന്നോർത്ത് ഭാമ കല്യാണത്തിന് മുൻപ് എപ്പോഴും സങ്കടപ്പെടുമായിരുന്നു. അപ്പോഴാണ് ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചതുപോലെ മുൻ കാമുകൻ്റെ ചേട്ടൻ്റെ ഭാര്യയായി ആ വീട്ടിലേക്ക് തന്നെ പോകേണ്ടി വന്നത്. മനുവിന് ഒട്ടും ഇഷ്ടമില്ലാതെ നടന്ന വിവാഹമാണത്. പണ്ടവൻ്റെ കാമുകി ചതിച്ചതറിഞ്ഞ് നിമിഷം മുതൽ പെണ്ണുങ്ങളെ അവന് വെറുപ്പാണ്. അപ്പോഴാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കി സരസ്വതി കല്യാണം നടത്തിയത്. കല്യാണം കഴിഞ്ഞ ആഴ്ചയൊന്നും ആയിട്ടേ ഉള്ളൂ. ആദ്യ രാത്രി തന്നെ വിനുവിൻ്റെ കാര്യം മനുവിനോട് പറയാൻ അവൾ ശ്രമിച്ചെങ്കിലും അവളെ ഒന്ന് കേൾക്കാൻ പോലും മനു നിന്നില്ല. സരസ്വതി കുടുംബശ്രീക്ക് പോയിട്ട് വരുന്നത് വരെ ഭാമ താഴേക്ക് പോയില്ല. പിന്നെയുള്ള ദിവസങ്ങൾ വിനുവിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു മാറിയാണ് ഭാമ നടന്നത്. അവളിലെ ഈ മാറ്റങ്ങൾ സരസ്വതി ശ്രദ്ധിച്ചില്ലെങ്കിലും മനു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടമില്ലാതെയാണ് അവൻ അവളെ കല്യാണം കഴിച്ചതെങ്കിലും ഭാമയൊരു പാവം പെൺകുട്ടിയാണെന്ന് അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് തോന്നിയത് കൊണ്ട് മനു അവളെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതവൻ പുറമേ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസത്തെ നിരീക്ഷണത്തിനൊടുവിൽ ഭാമ വിനുവിനെ ഭയക്കുന്നുണ്ടെന്ന് മനു കണ്ടുപിടിച്ചു. അതിൻ്റെ കാരണം നേരിട്ട് ചോദിച്ചറിയാൻ ശ്രമിക്കാതെ അവൻ വീട്ടിൽ ആരും അറിയാതെ CCTV വെച്ചു. സംസാരം റെക്കോർഡാവുന്ന ക്യാമറയാണ് വെച്ചത്. ഇതറിയാതെ വിനു ഭാമയുടെ പിന്നാലെ നടന്ന് അവളെ വളയ്ക്കാൻ വേണ്ടി എന്നാൽ ബലപ്രയോഗം നടത്താനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം 2ാം നിലയിലെ പാസേജിൽ വെച്ച് വിനു ഭാമയെ കടന്നു പിടിച്ചു. ഈ വീട്ടിൽ കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നും നിനക്ക് എത്ര നാൾ രക്ഷപ്പെട്ട് ജീവിക്കാൻ കഴിയും ഭാമേ? ഇനിയും നീ എനിക്ക് വഴങ്ങിയില്ലെങ്കിൽ നീ എൻ്റെ കാമുകിയായിരുന്നു എന്നും ഇപ്പോഴും നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്നും ഞാൻ മനുവേട്ടനോട് പറയും. അതോടെ നിൻ്റെ ജീവിതം തീർന്നു മോളെ. വിനു അവളെ ഭീഷണിപ്പെടുത്തി. നീ ഇങ്ങനെ ഒരു ചെറ്റ ആയതുകൊണ്ടാണ് പണ്ടേ ഞാൻ നിന്നെ ഒഴിവാക്കിയത്, ഭാമ പറഞ്ഞു. നിന്റെ വിരൽ തുമ്പിൽ പോലും നീ തൊടാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് എനിക്കും വാശി. നിന്നെ എനിക്ക് മൊത്തത്തിൽ അനുഭവിക്കണം ഭാമേ. എൻ്റെ ഏട്ടൻ എന്തായാലും നിന്നെ ഈ ജന്മം സ്നേഹിക്കില്ല. അപ്പോൾ നിനക്ക് വേണ്ട ശാരീരിക സുഖം ആര് തരാനാണ്? നീയും ഒരു പെണ്ണല്ലേ, നിനക്കും കാണില്ലേ ആഗ്രഹങ്ങൾ? അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ല വിനു. പിന്നെ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവിനെ വഞ്ചിക്കുന്ന ഒരു പെണ്ണല്ല ഞാൻ.
ഈ ജന്മം മുഴുവൻ അദ്ദേഹം എന്നെ സ്നേഹിച്ചില്ലെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ വിശുദ്ധി മാത്രമേ അദ്ദേഹത്തിന് നൽകാൻ എൻ്റെ കയ്യിലുള്ളൂ. എൻ്റെ സമ്മതമില്ലാതെ എന്നെ നീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും ഈ ഭാമ ജീവിച്ചിരിക്കില്ല. കാരണം ഒരു പെണ്ണിന് ഏറ്റവും വിലപ്പെട്ടത് അവളുടെ അഭിമാനമാണ്. ഇനി നിനക്ക് നിൻ്റെ ചേട്ടനോടെല്ലാം പറയണമെന്നാണെങ്കിൽ പോയി പറഞ്ഞോ. എനിക്ക് എത്രയോ ദാമ്പത്യ ജീവിതം വിധിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ സമാധാനിച്ചോളാം. അത്രയും പറഞ്ഞിട്ട് അവൻ്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. ഈ നടന്നതെല്ലാം CCTV വഴി കണ്ടും കേട്ടും അറിഞ്ഞ മനുവിന് ഭാമയോടുള്ള സ്നേഹം കൂടി. അഭിമാനമുള്ളവളാണ് അവളെന്ന് അവന് ബോധ്യമായി. അതുകൊണ്ട് തന്നെ തൻ്റെ അനിയൻ ചെയ്ത തെറ്റിന് തക്ക ശിക്ഷ നൽകണമെന്ന് മനു മനസ്സിൽ ഉറപ്പിച്ചു. അന്ന് രാത്രി സരസ്വതിയും ഭാമയും ഉറങ്ങിയ ശേഷം മനു വിനുവിനെ നന്നായി പെരുമാറി. ഇനി അവൻ ഭാമയെ ശല്യം ചെയ്ത് കയ്യും കാലും തല്ലി ഒടിക്കുമെന്നും മനു അവനെ ഭീഷണിപ്പെടുത്തി. മനു പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്നറിയാവുന്ന വിനു പിന്നീട് അവളെ ശല്യം ചെയ്യാൻ പോയില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവൻ ബാംഗ്ലൂരിൽ ജോലി കണ്ടുപിടിച്ച് അങ്ങോട്ട് പോവുകയും ചെയ്തു. ഭാമ ഇതൊന്നും അറിഞ്ഞതുമില്ല. വിനുവിൻ്റെ ശല്യം ഒഴിവായതിൽ അവൾ ആശ്വസിച്ചു. ഒരു ദിവസം മനു നല്ലതുപോലെ ഇരിക്കുന്ന സമയം നോക്കി അവൾ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം തനിക്കറിയാമെന്നും ഇനി വിനുവിൻ്റെ ശല്യം ഒരിക്കലും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് മനു അവളെ ആശ്വസിപ്പിച്ചു, ചേർത്ത് പിടിച്ചു. താൻ ആഗ്രഹിച്ച ഭർത്താവിൻ്റെ സ്നേഹവും കരുതലും പ്രതീക്ഷിക്കാതെ കിട്ടിയതിൽ ഭാമ സന്തോഷിച്ചു. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്